ഇന്നിപ്പോ പുതിയ തലമുറ പ്രണയ ജോഡികളെ തേടിക്കൊണ്ട് നിലകൊള്ളുന്ന സമയമാണ്. ഫെബ്രുവരി 7 മുതലൊക്കെ തുടങ്ങി കുട്ടികൾ ഓരോ ദിവസത്തെ തയ്യാറെടുത്തുകൊണ്ടിരിക്കാൻ. പറയുമ്പോഴേ ചെറുപ്പക്കാർക്ക് കത്തും, അല്ലാത്തവർക്ക് മനസ്സിലാവൂല. വാലന്റൈൻസ് ഡേ, ഈ വാലന്റൈൻസ് ഡേക്ക് മുമ്പ് തന്നെ 7 ദിവസം മുമ്പ് മുതൽക്ക് തന്നെ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറെടുക്കുന്ന ദിവസങ്ങളാണ്. ഫെബ്രുവരി 7 റോസ് ഡേ എന്നാണ് പേരിട്ടിരിക്കുന്നത്. റോസ് ഡേ, റോസാപ്പൂ കൈമാറുന്ന ദിവസമാണ്. ഫെബ്രുവരി 8 പ്രപ്പോസ് ഡേ, ചെറുപ്പക്കാര് വിളിക്കുന്ന ഓമന പേരാണ്. ഫെബ്രുവരി 9 ചോക്ലേറ്റ് ഡേ, കാമുകിക്ക് ചോക്ലേറ്റ് കൊടുക്കുന്ന ദിവസമാണ്. കാമുകൻ അങ്ങോട്ടും കൊടുക്കും, കാമുകി ഇങ്ങോട്ടും കൊടുക്കും. തീർന്നില്ല, ടെഡ്ഡി ഡേ. എന്താ ടെഡ്ഡി ഡേ? കളിപ്പാവ കാമുകന് കൈമാറുന്ന ദിവസമാണ്. ഓരോ ദിവസത്തിന് ഓരോ പേരാണ്. ഇത് വർഷങ്ങളായിട്ട് നിലകൊള്ളാണ്. നമ്മുടെ സമൂഹം, മുസ്ലിം സമുദായമാണ് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തുകൊണ്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 11ന്റെ ദിവസം പ്രോമിസ് ഡേ ആണ്. പ്രോമിസ് ചെയ്യാൻ പ്രപ്പോസ് ഡേ ഉണ്ട്, പ്രോമിസ് ഡേ ഉണ്ട്. 12ന്റെ ദിവസം ആകുമ്പോ പ്രോമിസ് ഒക്കെ കഴിഞ്ഞു, പിന്നെ കിസ് ഡേ ആണ്. 13ന്റെ ദിവസമാകുമ്പോ അതും കഴിഞ്ഞു, ഹഗ് ഡേ ആയി. ഫെബ്രുവരി 14 ആകുമ്പോ വാലന്റൈൻസ് ഡേ, പറഞ്ഞതൊരു പൂവെങ്കിലും കൊടുത്തിട്ട് മുസാഫഹത്ത് ചെയ്യുന്ന ദിവസം. ഇതൊക്കെയാണ് നമ്മുടെ തലമുറയിൽ നടക്കുന്നത്. മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മുടെ മാതാപിതാക്കൾ അറിയണം, പുതിയ തലമുറ രക്ഷിതാക്കൾ അറിയണം. കാരണം ചെറുപ്പക്കാരായ ആളുകൾ ഈ ദിവസങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തു തുടങ്ങി, നേരത്തെ തുടങ്ങി. ഫെബ്രുവരി 7 മുതൽക്കേ തുടങ്ങിയിരിക്കുന്നു ആഘോഷങ്ങൾ.